ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമലാക്ഷിനി എന്ന് പറയുന്നൊരു ഗെയിമാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കമലയുടെ ഗെയിം പ്ലേ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറേ പേര് കളിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. നല്ല ഗെയിമൊക്കെ ആണെന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ഗെയിം തുടങ്ങിയിട്ടില്ല. കുറേ പേര് കമലാക്ഷിനി എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടെന്നൊക്കെയാണ് ഞാനന്ന് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ. കമലാക്ഷിനി എന്നുള്ള ഗെയിമുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് ഗെയിമിനാണോ ആ ഗെയിമായിരിക്കും ഞാൻ അടുത്ത വട്ടം കളിക്കാൻ പോകുന്നത്. അതും നമ്മുടെ ചാലഞ്ചാണ്. ഹൊറർ ഗെയിംസ് മാത്രമേ നിങ്ങൾ എന്നോട് പറയാൻ പാടുള്ളൂ. നമുക്ക് ആദ്യം ഇതൊന്ന് കളിച്ച് നോക്കാം. കമലയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ എന്തുവാ ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടെങ്കിൽ. ഹൊറർ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത് ഏത് ഗെയിം ഞാൻ കളിക്കണമെന്ന്. എന്നിട്ട് ഞാനത് പൈസ കൊടുത്ത് സെറ്റാക്കി ഇറക്കുന്നതായിരിക്കും. ഇവിടെ തീയുണ്ട്. ഈ തീ നമുക്ക് കിണത്തണം. ആ കിണത്തണമെങ്കിൽ നമുക്ക് പാത്രം വേണം. ആ പാത്രം വേണമെങ്കിൽ ഇവിടെ പോയി എടുക്കണം. പാത്രം ഓക്കെ. ഈ പാത്രം കിട്ടി, ഒഴിക്കാൻ പറ്റും. ഇതില്ല, വെള്ളമില്ല. നമുക്ക് എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. വെള്ളമുണ്ട്, ഇവിടെ വെച്ച് നോക്കാം. എന്തോ കമ്പ് പോലത്തെ എന്തൊരു സാധനം വേണം. നമുക്കത് പോയി തപ്പിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 9 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഗൈസ്? ഞാൻ എന്തോ ചെയ്യും? നിങ്ങൾ തന്നെ പറ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറും കളി നിർത്തി വിട്ടാ. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഞാൻ ചാനൽ വീഡിയോ ഒന്നും നിങ്ങളൊന്നും കാണാത്തേ. ഇനി തൊട്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് ഈ തീ അങ്കെടുത്താം. ഓക്കെ, ഇനിയും വേണം തോന്നുന്നു. കമലാക്ഷിനിയുടെ വീട് ഭയങ്കരം തന്നെ. ചെറിയ വീടാണോ, കുഞ്ഞു വീടാണെന്നാണ് തോന്നുന്നത്. ഇവിടാണ് നമ്മൾ കയറാൻ പോകുന്നത്. കമലാക്ഷിനി പ്രേതം ഇതിനകത്താണ് ഉള്ളത്. ഓക്കെ, ഫൈൻഡ് കമല കണ്ടുപിടിക്കണം, അതാണ്. ഓക്കെ, എൻ്റെ മോനെ അകത്ത് കയറിയപ്പോൾ കൊട്ടാര വീട്. പക്ക ഇന്ത്യൻ വീട് കേട്ടോ. പക്ക കോപ്പി അടിച്ച് വെച്ചേക്കാണ്. പക്ക ഇന്ത്യൻ വീട് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോറൊക്കെ ഒന്ന് തുറന്നു പോയി നോക്കാം. ഇതിനകത്തിരിക്കുന്നു പഴം. ഇതിനകത്തൊന്നുമില്ല. ഇതാണ്ട് തുറക്കണവുമില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇതെന്തോ ലോക്കാണ്. നമുക്ക് ലോക്ക് കണ്ടുപിടിക്കണം. ആദ്യമേ നമുക്ക് ഫൈൻഡ് കമല. ബാത്റൂമൊക്കെ കറക്റ്റ് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. കറക്റ്റ് ഇന്ത്യൻ സ്റ്റൈല്. എൻ്റെ മോനെ കൃത്യമായിട്ട് കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമേ തുറന്നു വിടാം. എന്ത് കിടന്ന് ആടുന്നുണ്ടല്ലോ. ഇതെന്തോ ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇന്നത്തൊന്നും ഇല്ല. നേരെ പോയി വിട്ടു നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഡോറ് തുറന്ന് മുമ്പോട്ട് പോയി നോക്കാം. ഗൈസ്, ഇവിടെ ഒന്നുമില്ല. നമ്മളെന്തോ ചെയ്യും ഗൈസ്? ഓക്കെ, നമ്മൾ തന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അകത്തോട്ട് കയറി നമ്മൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഫൈൻഡ് കമല. എൻ്റെ ദൈവമേ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കമലയെ കണ്ടുപിടിക്കാൻ ഇത്ര എളുപ്പമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അപ്പം കിടുക്കായിരുന്നു. ആദ്യമേ നമുക്ക് ഇവിടെ ഒന്ന് കളിച്ചു നോക്കാം കുറച്ച് നേരം. കമല നല്ല ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വെക്കണം. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കണം. നമുക്കിവിടെ സോഡയോ ഏതാണ്ട് ഇരിപ്പുണ്ട്, നമുക്കതെടുക്കണം. അതിന് മുമ്പേ നമുക്ക് ആദ്യമേ ഈ കമലാക്ഷിനി എവിടെയാണെന്ന് നോക്കണം.
ഓക്കെ, ഇതൊക്കെ എടുത്ത് നമ്മൾ ഇന്ത്യൻ ബാത്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യുക ഏതാണ് ഹൊറർ ഗെയിം, നല്ല ഹൊറർ ഗെയിം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഏത് ഗെയിമാണോ ആ ഗെയിം ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് നമുക്ക് നേരെ പോകാം. നമുക്ക് അതാണ്ട് കലാസ്പോട്ടോ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുവെക്കണം. ഓക്കെ, നമുക്കിവിടെ കൊണ്ടുവെക്കാം. ഗൈസ്, ഞങ്ങളെ ഓണാവധിയാണ്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ വന്നേക്കണേ. അതുകൊണ്ടാണ് ഞാൻ കളിക്കാൻ വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഓ, കമല ഇളകി ഗൈസ്. കമല നൈസിന് ഇളകിയിട്ടുണ്ട്. നമുക്കിനി വേറെ വഴിയൊന്നുമില്ല, കമല ഇപ്പോൾ ഓടി വരും ഗൈസ്. കമല വരുന്നുണ്ട്, എന്തോനാന്നറിയത്തില്ല, ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടങ്ങാണ്ട് പോയി. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങാം. അവൾ അങ്ങോട്ടെങ്ങാണ്ടാണ് പോയത്. അപ്പോൾ കൃത്യസമയം നോക്കി ഇങ്ങോട്ട് വരാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഏതാണ്ട് പേപ്പറിൽ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല ഗൈസ്. ലൈക്ക് അടിക്കുക ഗൈസ്, ലൈക്കൊക്കെ അടിച്ച് പൊട്ടിച്ചോ. ആദ്യമേ ഈ കൊച്ചിന് എന്തിൻ്റെ സോക്കേടാടാ, അലമ്പുണ്ടാക്കിയിട്ട് നേരെ കയറി വരും. അയ്യോ, അവിടെ അടച്ചിട്ടാ. ഇതെന്തോ ഒരു കോഡാണല്ലോ ഗൈസ്. പനിയാണോ തോന്നി ഗൈസ്, ഓണത്തിന് അന്ന് തന്നെ പനി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണമാണ് നിങ്ങൾക്ക്. അപ്പം ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ അത്തപ്പൂക്കൾ ഇട്ടോ? ഞങ്ങൾക്ക് ഇടാൻ പോവാണ്. നിങ്ങളുടെ ഓണം നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി ഓണം എല്ലാവർക്കും, സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഹാപ്പി ഓണം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് അവിടെ എങ്ങാണ്ട് കിടന്ന് കിണിക്കുന്നുണ്ട്. എന്തുവാടാ ഇത് ഗൈസ്? നമുക്ക് ഇന്നത്തെ മുഴുവനും നോക്കാം. ഇവിടെ ഒന്നും ആരും ഇല്ല ഗൈസ്, മിക്കവാറും ആരും ഇല്ല. ഏതാണ്ട് ടോയ്ലറ്റാണ്. നേരെ പോവാം. ഇതെന്തോ ഗൈസ്? ഓ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഏത് സ്ഥലമാണ്? നമ്മൾ മുമ്പ് തന്നെയാണോ? എന്തോന്ന് അറിയത്തില്ല. ഇവിടെ നിന്നൊരു ഡോൾ ഇരിപ്പുണ്ടായിരുന്നു, നമ്മളതെടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ കമലാക്ഷനെ അങ്ങാണ്ടുണ്ട്. നമുക്ക് ആദ്യമേ കണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ,